ഹലോ മക്കൾസ്, വെൽക്കം ടു എഡ്യൂപോർട്ട്. എല്ലാ മക്കൾക്കും എഡ്യൂപോർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് USSന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടാണ്. നമുക്കറിയാം ഒരുപാട് അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു പോകുമ്പോൾ ഒരു പക്ഷേ നല്ല മാർക്ക് കിട്ടും. പക്ഷേ ഈ വർഷം മുതൽ എൻ്റെ പൊന്നു മക്കൾക്ക് എന്തില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. കാരണം നമ്മുടെ സിലബസ് ഈ വർഷം മാറിയിരിക്കല്ലേ. 7ാം ക്ലാസ്സിൻ്റെ മക്കൾക്ക് ഇത് മാറിയതുകൊണ്ട് നിങ്ങളാണ് ആദ്യത്തെ പുതിയ സിലബസിലെ പുതിയ വിദ്യാർത്ഥികൾ. പക്ഷെ പേടിക്കേണ്ട, നമ്മൾ അതൊക്കെ റെഫർ ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെയാണ് കുട്ടികൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, സെറ്റാക്കി തരും. അപ്പോൾ എല്ലാവരും റെഡി ആയി നിന്നോ. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മൾ പഠിച്ച നമ്മുടെ പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടില്ലേ? ഫുഡ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷ, ഭക്ഷ്യ ഉൽപ്പാദനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിലൊരു ടോപ്പിക്കാണ് ഭക്ഷ്യവിളകളും നാണ്യവിളകളും, അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സും. അപ്പോൾ നമുക്കറിയാം എന്താണ് ഫുഡ് ക്രോപ്സ്, എന്താണ് ക്യാഷ് ക്രോപ്സ്. ഞാനിതവിടെ കൃത്യമായിട്ട് ഇംഗ്ലീഷ് ഉണ്ട്, അതിൻ്റെ മലയാളം എഴുതുന്നുണ്ട്. ഭക്ഷ്യവിളകൾ അല്ലേ, ഭക്ഷ്യവിളകൾ. അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ നാണ്യവിളകൾ. അപ്പം നമുക്കിത് പേരിൽ തന്നെ ഉണ്ട് മക്കളെ. നാണ്യവിളകൾ എന്ന് അങ്ങോട്ട് ആലോചിക്കുമ്പോൾ നാണയം ആലോചിക്കുക. നാണ്യവിളകൾ എന്ന് ആലോചിക്കുമ്പോൾ നാണയം എന്ന് പറഞ്ഞാൽ പൈസ ആലോചിക്കുക. എന്നുവെച്ചാൽ പ്രധാന പർപ്പസ് എന്തായിരിക്കും? കച്ചവടം, കൊമേഴ്ഷ്യൽ പർപ്പസായി, വാണിജ്യമായിരിക്കും, കച്ചവടമായിരിക്കും. എന്നാൽ ഫുഡ് ക്രോപ്സിലെ ഫസ്റ്റ് തന്നെ ഉണ്ട് ഫുഡ്, ഭക്ഷണം അല്ലേ. അപ്പോൾ അത് ഭക്ഷണമായിരിക്കും മെയിൻ പർപ്പസ്. ഓക്കെ ആണോ? മെയിൻ പർപ്പസ് അല്ലെങ്കിൽ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഭക്ഷ്യവിളകളാണെങ്കിൽ ഇവിടെ അതിനെ വിളിക്കുന്നതാണ് ഫുഡ് ക്രോപ്സ് എന്നും, അതുപോലെ തന്നെ പ്രധാന പർപ്പസ് നാണ്യവിള അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് നാണ്യവിളകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ മക്കളെ? സെറ്റാണോ? അപ്പം ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സ് എന്താണെന്നുള്ളത് കിട്ടിയോ? ക്യാഷ് ക്രോപ്സും ഫുഡ് ക്രോപ്സും. ഇനി ഓരോന്ന് എക്സാമ്പിളുകൾ പഠിക്കുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ക്യാഷ് ക്രോപ്സിന് താഴെ പറയുന്ന പോലെ ക്യാഷ് ക്രോപ്സിന് എക്സാമ്പിൾ ഏത്, അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സ് ഏത്, ഭക്ഷ്യവിള ഏത്, നാണ്യവിളകൾ ഏത്. അപ്പോൾ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ ഫുഡ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ട്, വീറ്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ മലയാളം കൂടി ഞാൻ എഴുതി തരുന്നുണ്ട്. നെല്ലുണ്ട്, അതുപോലെ തന്നെ വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പുണ്ട്. അതുപോലെ തന്നെ മക്കളെ മൈസ് പറയാം. എന്താണ് മൈസ് എന്ന് പറഞ്ഞാൽ? ചോളം അല്ലെ. മൈസ് എന്ന് പറഞ്ഞാൽ ചോളമുണ്ട്. അതുപോലെ തന്നെ മില്ലറ്റ്സ് പറയാം. മില്ലറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? തിനവിളകൾ. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പൾസസ് പറയാം. പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങൾ. ഓക്കെ അല്ലേ? ഇനി കുറേ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പയറ് വർഗ്ഗങ്ങൾ. ഇതാണ് നമ്മുടെ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത്. വെച്ചാൽ ഭക്ഷണമായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ. എന്നാൽ നേരെ ക്യാഷ് ക്രോപ്സിലേക്ക് വരാം. കോട്ടൺ. എന്താണ് കോട്ടൺ എന്ന് പറഞ്ഞാൽ? കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി. പരുത്തി എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? നമ്മുടെ വസ്ത്രമുണ്ടാക്കുന്നത്. പരുത്തി എന്തിനു വേണ്ടിയിട്ടാണ്? വസ്ത്രമുണ്ടാക്കുന്നത്. റബ്ബർ അറിയാമല്ലോ നമുക്ക്. റബ്ബർ പല ടയറിൻ്റെ ടയർ, നമ്മുടെ വണ്ടിൻ്റെ ടയറുകളൊക്കെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ജൂട്ട് എന്ന് പറയും. ജൂട്ട് എന്ന് പറഞ്ഞാൽ റേഷൻ കടയിലൊക്കെ പോയ ഒരു ചാക്ക് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണം എന്ന് മലയാളത്തിൽ പറയും. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്യാഷ് ക്രോപ്സ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ കോട്ടൺ പറഞ്ഞു, റബ്ബർ പറഞ്ഞു, ജൂട്ട് പറഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷുഗർ കെയിൻ പറയാം. ഷുഗർ കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും? കരിമ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചസാര. പഞ്ചസാര. അതുപോലെ തന്നെ ഇൻഡിഗോ പറയാം. എന്തായിരുന്നു ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നീലം. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെറ്റല്ല മക്കളെ, ഇത്രയും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിക്കണം. ഫുഡ് ക്രോപ്സും ക്യാഷ് ക്രോപ്സ് അല്ലെങ്കിൽ ഭക്ഷ്യവിളകളും നാണ്യവിളകളും. ഇനി ഇതൊക്കെ ഓരോ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഉണ്ടാകുന്നത്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ഉത്തർപ്രദേശ്, പഞ്ചാബ്, മധ്യപ്രദേശ് ആൻഡ് ഹരിയാന. കോട്ടൺ എന്ന് പറഞ്ഞാൽ പരുത്തി, അത് മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന ആൻഡ് രാജസ്ഥാൻ. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല്, അത് വെസ്റ്റ് ബംഗാൾ എന്ന് വെച്ചാൽ പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. ഈ സംസ്ഥാനങ്ങളും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മലയാളത്തിലുള്ളതാണിത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ടോപ്പിക്കുമായിട്ട് സയദ് സാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ സയദ് സാറിന് ഇഷ്ടമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ഒന്ന് പറപ്പിച്ചാളാം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യില്ല, എഴുതി വിട്ടാളാം. അപ്പോൾ ഓക്കെ മക്കളെ, USS സെറ്റ് ആക്കണം, പൊളിക്കണം, പൊളിച്ചാട്ടക്കണം. ബൈ.